അടുത്തിടെ ചുമമരുന്നുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളാണ് ഉയർന്നിരിക്കുന്നത്. കോൾഡ്രിഫ് എന്ന മരുന്ന് കഴിച്ച് മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കുട്ടികൾ മരിക്കാനിടയായ സാഹചര്യത്തിൽ ഈ മരുന്ന് നിരോധിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയതോടെയാണ് ആശങ്ക ഏറിയത്. കുഞ്ഞുങ്ങൾക്കുള്ള ചുമമരുന്നിലാണ് ഏറെയും ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. സ്വയം ചികിത്സയുടെ ഭാഗമായി പലപ്പോഴും നമ്മൾ ചുമമരുന്നുകൾ കുഞ്ഞുങ്ങൾക്ക് നൽകാറുണ്ട്. ഇത് ചിലപ്പോൾ വലിയ അപകടങ്ങൾ വരുത്തിവെച്ചേക്കാം. ഈ വിഷയത്തിൽ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ തിരുവനന്തപുരം കുമാരപുരത്തെ പ്രാൺ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ശ്രുതി AR നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ ശ്രുതി, സ്വാഗതം ന്യൂസ് 3ലേക്ക്. നമസ്കാരം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നു. നമ്മൾ ചുമയുടെയും പനിയുടെയും ഒക്കെ മരുന്നുകൾ വാങ്ങി വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു ആളെ കൊല്ലുന്ന രീതിയിലേക്ക് മരുന്ന്, കഫ് സിറപ്പൊക്കെ എത്തിയെന്ന് പറയുമ്പോൾ വലിയ ആശങ്ക മാതാപിതാക്കൾക്കുണ്ട്. എന്താണ് ആമുഖമായി പറയാനുള്ളത്? മദേഴ്സിന് ഏറ്റവും വലിയ സ്ട്രെസ്സാണ്. മദേഴ്സിനല്ല, ഏത് പാരൻറ്റിനായാലും ഏറ്റവും വലിയ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോഴാണ്. കുഞ്ഞുങ്ങളെന്ന് പറയുന്ന ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഭാഗം തന്നെയാണ്. എസ്പെഷ്യലി ഞാൻ മധ്യപ്രദേശിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും നടന്ന ഇഷ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ വേദനാജനകമായിട്ടൊരു കാര്യമാണ്. അവിടെ നടന്ന കാര്യത്തിനെക്കുറിച്ച് ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. രാജസ്ഥാനിൽ നമ്മുടെ ഡെക്സ്ട്രോമെത്തോർഫാൻ എന്ന് പറയുന്ന ഒരു തരം കഫ് സപ്രസൻറ്റ് ആണ് അമിതമായ അളവിൽ ആ കഫ് സിറപ്പിൽ ചേർത്തിരുന്നതും. അതുവഴി എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതിനും അമിതമായ അളവിൽ കഫ് സിറപ്പ് ഉപയോഗിച്ചിരുന്നു. ഈ ഡെക്സ്ട്രോമെത്തോർഫാൻ വളരെ കാലം മുമ്പേ തന്നെ ഡ്രഗ് കൺട്രോളും അതുപോലെ തന്നെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും ഒക്കെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട മരുന്നാണ്. അതാണ് ഇവിടെ അമിതമായി ഉപയോഗിച്ചത് വഴി ഈ കുട്ടികൾക്ക് മരണം സംഭവിച്ചത്. എന്നാൽ മധ്യപ്രദേശിൽ തീർത്തും വ്യത്യസ്തമായൊരു വിഷയമാണ്. അവിടെ നമ്മുടെ കഫ് സിറപ്പിൽ നമ്മുടെ മരുന്ന് നമുക്ക് സോൾവെൻ്റ് ഉപയോഗിച്ച് മാത്രമേ ഒരു സിറപ്പ് രൂപത്തിലാക്കാൻ പറ്റൂ. ഇതെല്ലാം കട്ടി വസ്തുക്കളാണ്. ഇതിനെ അലിയിച്ച് ഫ്ലൂയിഡ് രൂപത്തിലാക്കണമെങ്കിൽ സോൾവെൻറ്റുകൾ വേണം. പിന്നെ കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കാനായിട്ട് അതിലൊക്കെ സ്വീറ്റ്നേഴ്സും നമ്മൾ ആഡ് ചെയ്യണം, പലതരം ഫ്ലേവറുകളൊക്കെ. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ളവയാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം ഇതിൽ വരുന്ന കണ്ടാമിനേഷൻ, ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ അറിഞ്ഞത് പ്രകാരം അതിൽ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ആയിട്ടുള്ള DEG, ഡൈഥിലിൻ ഗ്ലൈക്കോളും ഇതിലിൻ ഗ്ലൈക്കോളും ഒക്കെ വന്നിട്ടുണ്ടെന്നും ഇത് ടോക്സിക് കെമിക്കൽസ് ആണ്. ഇത് കുഞ്ഞിന്റെ കിഡ്നിയിൽ ചെന്ന് ബാധിച്ചു, അല്ലെ, വൃക്കകളെ ബാധിച്ച് അതുവഴി അവർക്ക് തകരാറുണ്ടാക്കി, കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കുകയും അങ്ങനെയാണ് ഇവിടെ മരണം സംഭവിക്കുകയും ചെയ്തത്. മൾട്ടി ഓർഗൻ ഫെയിലിയർ വരെ ഉണ്ടായി. അപ്പോൾ ഈ സിറ്റുവേഷൻസിൽ നമ്മൾ ജാഗ്രത പുലർത്തണം. എന്ന് വെച്ചാൽ മരുന്നുകൾ കൊടുക്കാൻ പാടില്ല എന്നല്ല. ഇപ്പൊ എല്ലാവരും വളരെ ടെൻസ്ഡ് ആണ്. എല്ലാ പാരന്റ്സും പറയാണ്, അയ്യോ ചുമ വന്നാൽ മരുന്ന് കൊടുക്കാതെ വീട്ടിലിരുത്തിയാൽ മതി. കഫ് സിറപ്പ് ഒന്ന് കേട്ടാൽ തന്നെ പേടിയായി ഇപ്പോൾ. അതെ. അപ്പൊ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 99% സിറ്റുവേഷനുകളിലും കുട്ടികൾക്ക് വരുന്നത് സാധാ വൈറൽ ആയിട്ടുള്ള അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ മൂലമുള്ള ചുമയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസനാളത്തിൽ തുടക്കത്തിൻ്റെ ഭാഗം എന്ന് പറയും, മൂക്കിലും നമ്മുടെ തൊണ്ടയിലുമുള്ള ഭാഗത്തിലും വരുന്ന ഇൻഫെക്ഷൻ, അതും വൈറൽ ഇൻഫെക്ഷനാണ്. അപ്പം ഇതൊക്കെ നമ്മൾ മരുന്ന് കൊടുത്താൽ മാറേണ്ട ചുമയല്ല. കാരണം ഇതൊരു എന്തുമായിരുന്നാലും ഒരു 7 തൊട്ട് 10 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ചുമയായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വീട്ടിൽ 2 അയൽപക്കത്തുള്ള വീട്ടിലുള്ളവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു വീട്ടിലുള്ള ഒരു ചേച്ചി കുഞ്ഞിൻ്റെ ചുമ വന്നപ്പോൾ മരുന്ന് കൊടുത്തു. ചുമ ഒരു 10 ദിവസത്തിനകം മാറി. ഡോക്ടറിനെ പോയി കണ്ടാണ് മരുന്ന് കൊടുത്തത്. എന്നാൽ മറ്റേ ചേച്ചി ഒന്നും കൊടുക്കാതെ ഇരുന്നിട്ട് ചുമ ഒരു 10 ഡേയ്സിൽ മാറി എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ ഞാൻ പറയാം. 2 സിറ്റുവേഷനിലും ചുമ മരുന്ന് കൊടുക്കുക എന്നുള്ളൊരു സമാധാനിപ്പിക്കുക. കാരണം പാരൻസ് ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. 2 ദിവസം കഴിഞ്ഞു, ചുമ മാറിയില്ല, വീണ്ടും ഡോക്ടറെ കാണാൻ പോകുന്നു. ചിലപ്പോൾ ആ ഡോക്ടർ കൊടുത്ത് ശരിയായില്ല എന്ന് വിചാരിച്ച് അടുത്ത ഡോക്ടറിനെ കാണാൻ പോകുന്നു. ആ ഒരു സ്റ്റിഫ് കോമ്പറ്റീഷനും എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പം ഒരു ഡോക്ടർ മരുന്ന് കൊടുത്ത് ഞാൻ കൊടുത്തില്ലല്ലോ എന്ന് കരുതി വേറെ ഡോക്ടറിന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരെ വരുന്നു. അപ്പം ഡോക്ടേഴ്സ് ഇതിൽ അവർക്കും കൊടുക്കാൻ മിക്കവാറും താല്പര്യം ഉണ്ടാവില്ല. പിന്നെ പാരൻസിൻ്റെ ആ സ്ട്രെസ്സ് കാരണമാണ് മിക്കവാറും ഈ വൈറൽ ഇൻഫെക്ഷൻസിന് പോലും, അതും അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനിൽ വെറുതെ മരുന്ന് കൊടുക്കേണ്ടി വരുന്നത്. ഇത് തന്നെ നമുക്ക് കുറേ ചെറിയ പൊടിക്കൈകളുണ്ട്. എന്താ പറയുക, ഹോം റെമഡീസ് ആയിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളം വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കാം. എസ്പെഷ്യലി ഇപ്പോൾ 1 വയസ്സിൽ മുകളിൽ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് തേന് കുടിക്കാൻ കൊടുക്കാം കുട്ടികൾക്ക്. പിന്നെ ചെറുതായിട്ട് ഇഞ്ചി വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ മൂക്കടപ്പ് മൂലമാണ് മിക്കവാറും കുഞ്ഞുങ്ങൾക്ക് എല്ലാം അസ്വസ്ഥത ഉണ്ടാകുന്നത്. അപ്പം മൂക്കൊലിപ്പ് മാറാനായിട്ട് സലൈൻ നേസൽ ഡ്രോപ്സുകളൊക്കെ കുഞ്ഞുങ്ങളുടെ മൂക്കിൽ വീഴ്ത്തി കൊടുക്കാം. ഇങ്ങനത്തെ പല ചെറിയ പൊടിക്കൈകൾ കൊണ്ട് തന്നെ മിക്കവാറും ഈ തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ മാറി കിട്ടുന്നതായിരിക്കും. എപ്പോഴും ഇത് വൈറൽ ഇൻഫെക്ഷൻ ആവണമെന്നില്ല. ഞാൻ പറഞ്ഞത് 99% അങ്ങനെ. ബാക്കിയുള്ളവയിൽ വേറെ പല കാരണങ്ങളാണ്. ഇപ്പം അലർജി കാരണം ഉണ്ടാകുന്നതാവാം, ആസ്മ കാരണം ഉണ്ടാകുന്നതാവാം. അങ്ങനെ ഏതൊക്കെയാണോ കാരണങ്ങൾ, ചിലപ്പോൾ ഡ്രൈ കഫ് നമ്മൾ കേട്ടില്ലേ, വരണ്ട ചുമ, വെറ്റ് കോഫ്. അപ്പം ഇങ്ങനെ ഇതൊക്കെ നിങ്ങൾ ഉറപ്പായും ഒരു ശിശുരോഗ വിദഗ്ധനെ കണ്ട് ഇതെന്ത് തരത്തിലുള്ള ചുമയാണെന്ന് മനസ്സിലാക്കി ആ ചുമയിൽ തന്നെ കുട്ടിയുടെ ചെസ്റ്റ് ഉറപ്പായിട്ടും ഒരു ശിശുരോഗ വിദഗ്ധൻ പരിശോധിക്കും. അത് പരിശോധിച്ച് അതിൽ കുട്ടിക്ക് എന്തെങ്കിലും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ, വീസിങ് ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കി അതനുസരിച്ചുള്ള മരുന്നുകൾ കൊടുക്കുകയും
അങ്ങനെയാണ് അത് പോകേണ്ടത്. വെയിറ്റും ഒക്കെ നോക്കിയിട്ട് വേണം ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ. ഈ ചുമയെ കുറിച്ച് പറയുമ്പോൾ ചുമ ഒരു രോഗമല്ല, അതൊരു ലക്ഷണമാണ് എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഈ 10 ദിവസം അല്ലെങ്കിൽ 10 എന്ന് പറയുന്ന ഒരു മിനിമം ഡേയ്സ് ആണ്, അത് നമുക്ക് അതുവരെ ക്ഷമിക്കാം എന്നുള്ളതാണ് അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോൾ എപ്പോഴാണ് നമ്മളൊരു കുട്ടിയെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതായത് 1-2 ദിവസം ചുമച്ച് തുടങ്ങുമ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്യുക. അതിനുശേഷം ശ്വാസതടസ്സം പോലെയുള്ള വലിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകുക എന്നുള്ളത്. ഓക്കെ. ഈ മാർഗനിർദ്ദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്നേ കൊടുക്കണ്ട, കഫ് സിറപ്പ് കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് മാർഗനിർദ്ദേശങ്ങളൊക്കെ എന്തൊക്കെയാണ് ഡോക്ടർ? 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോമ്പിനേഷൻ ആയിട്ടുള്ള കഫ് സിറപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മരുന്നല്ല, ഒരു ഒറ്റ മരുന്നല്ല, അത് പലതരത്തിലുള്ള പല കാറ്റഗറി ഓഫ് മെഡിസിൻസ് വരുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഡെക്സ്ട്രോമെത്തോർഫാൻ എന്ന് പറഞ്ഞ ഒരു കഫ് സപ്രസന്റ് ആണ്. അത് നമ്മുടെ തലച്ചോറിനെയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പം ഇത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ തലച്ചോറിൽ ഒരു തരം റിസപ്റ്റേഴ്സ് ഉണ്ട്, ചുമയ്ക്കുള്ള ഒരു തരത്തിലുള്ള റിസപ്റ്റേഴ്സ്. തലച്ചോറിൽ പല ഭാഗത്തും പല റിസപ്റ്റേഴ്സ് ഉള്ള കൂട്ടത്തിൽ അവിടെയുള്ള റിസപ്റ്ററാണ് ഈ മരുന്ന് പോയി അവിടെ പ്രവർത്തിച്ച് അവിടെ മന്ദീകരിച്ചിട്ട് അങ്ങനെയാണ് അവിടെ ചുമ മാറുന്നത്. അപ്പം ഈ തീരെ കുഞ്ഞു കുട്ടികൾക്ക് ബ്രെയിൻ കംപ്ലീറ്റ് ഗ്രോത്ത് ആവാനൊക്കെ ഏകദേശം 2 ഇയേഴ്സോളം എടുക്കും. അങ്ങനെ വരുമ്പോൾ അവർക്കിത് കൊടുത്തു കഴിയുമ്പോൾ അവർ ഭയങ്കര സെഡേറ്റഡ് ആവുകയും ചിലപ്പം സീഷറൊക്കെ ഫിറ്റ്സ് ഒക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ വേദന സംഹാരി എന്ന് പറയുന്നത് പോലെ തന്നെയാണല്ലോ. അവിടെ ഇപ്പൊ ചുമക്കണ്ട എന്ന് തലച്ചോറിനോട് പറയുന്ന ഒരാൾ, അതിനാണ് മരുന്നെന്ന് പറയുന്നത്. അതെ. അപ്പൊ ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ ലക്ഷണത്തെ അല്ല ചികിത്സിക്കേണ്ടത്, രോഗത്തെയാണ് ചികിത്സിക്കേണ്ടത്. ശരി ശരി. ഈ ഡ്രൈ കഫും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കഫമുള്ള ചുമയും, അത് ഡോക്ടർ ചെല്ലുമ്പോഴേ ചോദിക്കുന്ന അങ്ങനെയായിരിക്കും, ഒന്ന് ചുമക്കാൻ പറയും. അപ്പൊ ചുമച്ച് നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ എപ്പോൾ മുതലാണ് ഈ നമ്മുടെ കയ്യിലുള്ള മരുന്നുകൾ, അതായത് സാധാരണ നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന പാരസെറ്റമോൾ അടക്കം നമ്മൾ പരീക്ഷിക്കും. ആദ്യഘട്ടത്തിൽ എല്ലാ പരീക്ഷണവും നടത്തും. പിന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് ചിലപ്പോൾ ചുമ മാറിയെങ്കിൽ ആ മരുന്നൊന്ന് പരീക്ഷിക്കാനൊക്കെ നമ്മൾ മുതിരും. പക്ഷെ അതൊന്നും പാടില്ല എന്നിപ്പോൾ ഗൗരവത്തോടെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു വാർത്ത നമ്മളെ എത്തിച്ചിരിക്കുകയാണ് അല്ലേ? അതെ അതെ. ഒരു കുട്ടിക്ക് പറ്റുന്ന മരുന്ന് മറ്റൊരു കുട്ടിക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണോ ഡോക്ടർ? അതെ. കാരണം ഓരോ കുട്ടിയും, നമ്മളിപ്പോൾ ഓരോ കുട്ടിയുടെ സ്വഭാവം പോലെ തന്നെ അവരുടെ വെയിറ്റ് വ്യത്യാസമാണ്, ഏജ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരേ ഏജുള്ള കുട്ടികളിൽ തന്നെ ഒരു കുട്ടിക്ക് 1 വയസ്സായ കുട്ടിക്ക് 10 കിലോ തൂക്കം ഉണ്ടെങ്കിൽ വേറൊരാൾക്ക് ചിലപ്പോൾ 6 കിലോ 7 കിലോ തൂക്കമുള്ളൂ. അപ്പം ഈ തൂക്കം അനുസരിച്ച് വ്യത്യാസമായിട്ട് നമ്മൾ ഡോസ് വരും. അപ്പം നമ്മളിപ്പോൾ 6 കിലോ തൂക്കമുള്ള കുട്ടിക്ക് 10 കിലോ തൂക്കമുള്ള കുട്ടിയുടെ മെഡിസിൻ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓവർ ഡോസ് ആവുകയും, ഇപ്പം ഉദാഹരണത്തിന് പാരസെറ്റമോൾ തന്നെ എടുക്കുക, ഓവർ ഡോസ് ആവുകയും ലിവറിനെ അത് എഫക്ട് ചെയ്യും, കരളിനെ എഫക്ട് ചെയ്ത് ലിവർ ടോക്സിസിറ്റി ഒക്കെ വന്ന് കരളിലൊക്കെ ഫെയിലിയർ ആയി അങ്ങനെയൊക്കെ മരണം സംഭവിക്കാം. എപ്പോഴും നമുക്ക് കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഫെയിലിയർ സിറ്റുവേഷനിലൊക്കെ പോകുമ്പോൾ. അപ്പം നമ്മൾ എന്താ ജാഗ്രതയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. എപ്പോഴും ഒരു ഡോക്ടറിനെ കാണുക, ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പടി മാത്രമേ ഏത് മരുന്നും എടുക്കാൻ പാടുള്ളൂ. ശിശുരോഗത്തിനെ കാണുക, വെയിറ്റ് നോക്കുക, ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മരുന്നുകൾ കൊടുക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സ്വന്തമായിട്ട് ഓരോ പരീക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കണ്ടുവരുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ ഓവർ യൂസേജും വളരെ കൂടുതലാണ്. എന്നോ ഒരു ദിവസം ഒരിക്കൽ ഡോക്ടർ കൊടുത്ത ആൻറ്റിബയോട്ടിക് വീണ്ടും ചെറിയ 2 ദിവസം ചുമ ഒന്നൊരു ആൻറ്റിബയോട്ടിക് കൊടുത്തേക്കാം. അപ്പം ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ഒരു മഹത് കണ്ടുപിടുത്തമാണ്. അതിപ്പം ഓവർ യൂസ് ചെയ്ത് അബ്യൂസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അനാവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസിലാണ് ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മോസ്റ്റ്ലി ഈ വരുന്ന ഇൻഫെക്ഷൻസ് എല്ലാം തന്നെ വൈറൽ ഇൻഫെക്ഷനാണ്. ഈ കുട്ടികളിൽ ആദ്യത്തെ ഒരു 3-4 വയസ്സിലൊക്കെ വരുന്ന ഒരു 90% ഇൻഫെക്ഷൻസും വൈറൽ ഇൻഫെക്ഷനാണ്. അതിനൊന്നും ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ശിശുരോഗത്തിനെ കണ്ട് പരിശോധിച്ച് ഡോക്ടർ കൃത്യമായ ടെസ്റ്റുകളൊക്കെ നടത്തി ഓക്കെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയാണ്. ചില സിറ്റുവേഷനിൽ വേണം കേട്ടോ. ഇപ്പോൾ ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിലും ചിലപ്പോൾ തരത്തിലുള്ള ആസ്മയൊക്കെ ട്രിഗർ ചെയ്ത് വിടുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരാൾക്ക് 2 കുട്ടികൾ എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്തെങ്കിലും പറഞ്ഞാൽ, മറ്റേ കുട്ടിക്ക് എന്നാൽ വളരെ ശാന്ത സ്വരൂപമാണ്. ഇതേ കാര്യം തന്നെ ആ കുട്ടിയെടുത്ത് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ആ കുട്ടി പ്രതികരിക്കില്ല. അതുപോലെ തന്നെയാണ് ഒരേ ട്രിഗർ എന്ന് പറഞ്ഞാൽ ഒരേ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലർജൻ ഒരാൾക്ക് വളരെ വലിയ റെസ്പോൺസ് ഉണ്ടാക്കാം, ഈ ആസ്മയുള്ള കുട്ടികൾ, എന്നാൽ മറ്റേ ആൾക്ക് ഒന്നും തന്നെ ഉണ്ടാക്കില്ല. അതുപോലെ അപ്പം കുട്ടിയുടെ അവസ്ഥയൊക്കെ അനുസരിച്ചായിരിക്കും ശിശുരോഗ വിദഗ്ധർ ഇതൊക്കെ മനസ്സിലാക്കിയായിരിക്കും ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുകയും മരുന്നുകൾ കൊടുക്കുകയും ചെയ്യുക. ഒരേപോലെ ആയിരിക്കില്ല ഓരോ കുട്ടിയും ട്രീറ്റ്. അപ്പം നിങ്ങളത് കൊണ്ട് ഒരു കുട്ടിയുടെ മരുന്നെടുത്ത് മറ്റേ ആൾക്ക് കൊടുത്ത് പരീക്ഷണം നടത്തരുത്. ശരി. അതുപോലെയാണ് ഈ കാലയളവ്, നമ്മൾ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് മാത്രം നോക്കിക്കൊണ്ട് പൊട്ടിച്ച മരുന്ന് ചിലപ്പോൾ എക്സ്പയറി ആയിട്ടില്ല, പക്ഷെ നമ്മളത് കൊടുക്കും. പക്ഷെ അത് നമ്മുടെ മനസ്സിനനുസരിച്ച് ഗുണം ചെയ്തില്ലേ എന്നൊരു തോന്നലുണ്ടാകും. സത്യത്തിൽ ഈ മരുന്നുകൾ എത്ര കാലം വരെ ഉപയോഗിക്കാം? അത് ഒരു തവണ തന്നത് ഡോക്ടർ നേരത്തെ പറഞ്ഞു ആൻറ്റിബയോട്ടിക് എടുത്ത് അടുത്ത തവണ പനി വരുമ്പോൾ അല്ലെങ്കിൽ ചുമ വരുമ്പോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
ഇപ്പോൾ ഏത് മരുന്ന് കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന എല്ലാ സിറപ്പുകളും അതിൻ്റെ എഫിക്കസി എന്ന് പറയും, അതിൻ്റെ എത്രത്തോളം അത് എഫക്റ്റീവ് ആയിരിക്കും എന്ന് പറയുന്നത് 3 മാസം കഴിഞ്ഞാൽ ആ മരുന്ന് ഡിസ്കാർഡ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. കാരണം അതിൻ്റെ ഇഫക്റ്റീവ്നെസ് നമ്മൾ ആദ്യം കൊടുത്ത അത്രയും ഉണ്ടാവില്ല. ഇപ്പോൾ പനിക്ക് കൊടുത്ത മരുന്ന് തന്നെ നമ്മൾ ആദ്യം ഒരു 6-ാം മാസത്തിൽ കൊടുത്ത മരുന്ന് 9-ാം മാസത്തിൽ കൊടുക്കുമ്പോൾ അതേപോലെ ഓപ്പൺ ചെയ്ത ബോട്ടിലാണെങ്കിൽ അത്ര ഇഫക്റ്റീവ് ആവുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഇഫക്റ്റീവ്നെസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രാൻഡുകളിലും എല്ലാത്തിലും ഇതിൽ മാറ്റം വരും. അപ്പം ഇത് ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യലൈസേഷനും കൂടെ ആണല്ലോ. അപ്പം ഇത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ മരുന്ന് ഉപയോഗിച്ച് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിനുള്ളിൽ ഉപയോഗിച്ചിട്ട് പിന്നെ ഡിസ്കാർഡ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ആൻറ്റിബയോട്ടിക്കുകൾ പ്രത്യേകിച്ചും ഒരിക്കൽ ഓപ്പൺ ചെയ്ത് അത് നമ്മൾ സൂക്ഷിക്കേണ്ടത് എപ്പോഴും തണുത്ത താപനിലയിലാണ്. ഓപ്പൺ ചെയ്ത് കുട്ടികൾക്കുള്ളതെല്ലാം ഒരു പൗഡർ രൂപേണ ഉള്ളതാണ്. അതിന് വെള്ളത്തിൽ ഡിസ്റ്റിൽഡ് വാട്ടർ അതിൻ്റെ കൂടെ തന്നെ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒഴിക്കാൻ പറയുന്ന രീതിയിലുള്ളത് കാണും. അപ്പം ഉറപ്പായിട്ടും അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ വളരെ ശ്രദ്ധിച്ച് താഴെ റെഫ്രിജറേറ്ററിൻ്റെ താഴത്തെ നിലയിൽ വച്ചിട്ട് അങ്ങനെ വേണം കുട്ടികൾക്ക് കൊടുക്കാൻ. ഒരിക്കൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പനി വരുമ്പോൾ ഒരു 2 മാസത്തിന് ശേഷം അതെടുത്ത് ഉപയോഗിക്കാൻ നിൽക്കരുത്. ഒരിക്കൽ ഓപ്പൺ ചെയ്ത് ഒരു 7 ഡേയ്സിനുള്ളിൽ അത് കൺസ്യൂം ചെയ്യുക. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പാരന്റിങ്ങിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം കൂടി ആയിരിക്കും ഈ ഒരു ഏതൊക്കെ മരുന്നുകൾ എന്തിനൊക്കെ. ചില കാര്യങ്ങൾ നമുക്ക് അറിയായിരിക്കും. ഫെപ്പാനിൽ പോലെയുള്ള അസ്കോറിൽ പോലെയുള്ള മരുന്നുകളൊക്കെ നമുക്ക് അസ്കോറിലും ഈ വിഭാഗത്തിൽ ഒരു കോമ്പിനേഷൻ മെഡിസിനിൽ വരുന്നതാണ്. അപ്പം നമ്മളെല്ലാം ഇങ്ങനത്തെ മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉറപ്പായിട്ടും ശിശുവിനെ കണ്ട് ഡോക്ടറിന് ആവശ്യമാണെന്ന് തോന്നുന്നു, ഈ കുട്ടിക്ക് ഇത് ഇന്ന മരുന്ന് ആവശ്യമാണ്, ഇന്ന ഡോസിൽ ആവശ്യമാണെന്ന് ഉറപ്പാണെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഡോസ് കൂട്ടി കൊടുക്കുന്നതും, ചുമ കൂടുമ്പോൾ നമ്മൾ കുറച്ച് തന്നെ സ്വന്തമായിട്ട് ഈ ഡോസ് കൂട്ടുന്ന പനിക്കും അതുപോലെ തന്നെയാണ്. അവർ വിചാരിക്കും ഡോസ് ഇപ്പോൾ ഡോക്ടർ 5 ml തന്നുള്ളൂ, എന്നാൽ പിന്നെ മൂത്ത മകന് കൊടുത്തൊരു 7 ml കൊടുത്താൽ പെട്ടെന്ന് പനി മാറുമായിരിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ചുമയ്ക്ക് വേണമെങ്കിലും ഇപ്പോൾ ഡോക്ടർ 6 മണിക്കൂർ ഇടവിട്ട് കൊടുക്കും അല്ലെങ്കിൽ 8 മണിക്കൂർ ഇടവിട്ട് കൊടുക്കൂ എന്ന് പറയുന്ന മരുന്ന് അവരൊരു ചിലപ്പോൾ 2-3 മണിക്കൂർ ഇടവിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓവർ ഡോസിങ് എന്നുള്ള സിറ്റുവേഷൻ വരുന്നു. ഓവർ ഡോസിങ് വഴി ഇതിപ്പോൾ പാരസെറ്റമോൾ ലിവറിനെ എഫക്ട് ചെയ്യുന്ന പോലെ ഓരോ മരുന്നും പല പല ഓർഗൻസിനെയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്ന ഓർഗൻ എഫക്ട് ചെയ്യുമ്പോൾ ഓരോ പല ലക്ഷണങ്ങളായിട്ടായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നു എന്ന് പറഞ്ഞാൽ കുഞ്ഞ് മയങ്ങി പോവുകയോ അമിതമായി ഛർദ്ദിക്കുകയോ വയറുവേദന വരികയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പല ലക്ഷണങ്ങളും വരാം. ചിലപ്പോൾ നീർവീക്കം വരികയോ മൂത്രത്തിൻ്റെ അളവ് കുറയും. അപ്പം ഇത് ചിലപ്പോൾ വൃക്കകളെ അഫക്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ മൂത്രത്തിൻ്റെ അളവൊക്കെ കുറയും. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിലോ എമർജൻസിയിലോ പോവുക. ഇതിന് തക്കതായ ചികിത്സ പെട്ടെന്ന് ചികിത്സിക്കുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ ഗോൾഡൻ മിനിറ്റ് ആണ്. നമ്മൾ എത്രയും പെട്ടെന്ന് ഗോൾഡൻ അവർ ആണ്. ആ ഒരു മണിക്കൂറിനുള്ളിൽ എത്തിക്കാൻ സാധിച്ചാൽ ചില മരുന്നുകളൊക്കെ നമുക്ക് സ്റ്റൊമക്ക് വാഷ് വഴിയൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. എന്നാൽ ചില മരുന്നുകളൊക്കെ നമുക്ക് ആൻറ്റിഡോട്ടുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചികിത്സാ രീതികൾ ഫലപ്രദമാകുന്ന മരുന്നുകൾ നമുക്ക് ശരീരത്തിൽ നിന്ന് മാറ്റുകയും അതുവഴി കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ വരെ സാധിക്കും. എന്നാൽ പരിധിക്ക് അപ്പുറം കഴിഞ്ഞാൽ ഈ ആൻറ്റിഡോട്ടുകൾ വർക്കാവില്ല. അപ്പം സമയമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ്. അപ്പം നിങ്ങൾ സമയം എത്ര പെട്ടെന്ന് കുട്ടികളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു, അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സിന് അവിടെ ഉള്ള സ്റ്റാഫിനും ഒക്കെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. ഓക്കെ. മറ്റൊന്ന് ഈ മരുന്നുകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സാധാരണയായി തന്നെ ആളുകൾ പറയുന്നത് നെബുലൈസേഷൻ. അത് ഈ 2-3 തവണ ചെല്ലുമ്പോൾ അങ്ങനെ നെബുലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ ആ മെഷീൻ വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നു, നെബുലൈസേഷൻ ചെയ്യുന്നു. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഡോക്ടർ? മിക്കവാറും പാരൻസ് എല്ലാം ഒരു ചെറിയൊരു ചുമ വന്ന ഡോക്ടറെ ഞാൻ നെബുലൈസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അവർ തന്നെ ഇങ്ങോട്ട് വീട്ടിൽ ചെന്ന് ഞാൻ 5-6 പ്രാവശ്യം നെബുലൈസ് ചെയ്തതാണ് ഡോക്ടറെ എന്നിട്ടും ചുമ കുറയുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് വരുന്നത്. ഒരിക്കലും നെബുലൈസർ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. ചെറിയ ചെറിയ ജലദോഷത്തിനൊക്കെ സലൈൻ വെച്ച് നെബുലൈസ് ചെയ്യാനൊക്കെ ഡോക്ടർമാർ പറയും. കാരണം അത് നമ്മുടെ സെക്രീഷനെയൊക്കെ കുറച്ച് തിന്നാക്കി പെട്ടെന്ന് പുറത്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. എന്നാൽ ഈ ആസ്മ അല്ലെങ്കിൽ വീസിങ് അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുട്ടികൾക്ക് നമ്മൾ ബ്രോങ്കോ ഡയലേറ്റർ എന്ന് പറയുന്ന മരുന്നുകളാണ് കൊടുക്കുക. അപ്പോൾ ഈ മരുന്നുകൾ കൊടുക്കുമ്പോൾ ഓക്സിജൻ ഇല്ലാതെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുന്ന മരുന്നുകളാണ്. അപ്പം ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഓക്സിജനോട് കൂടി തന്നെ കൊടുക്കണം. അപ്പോൾ ഓക്സിജനോട് കൂടി തന്നെ കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ തന്നെ നെബുലൈസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ഉത്തമം. ഓക്കെ. നമ്മൾ കുട്ടികളുടെ കാര്യം മാത്രമാണ് സംസാരിച്ചെങ്കിലും കഫ് സിറപ്പ് എന്ന് കേട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേടിയുള്ള സമയമാണ്. അതുകൊണ്ട് പ്രായമായൊരു കഫ് സിറപ്പ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? നമ്മൾ ഈ കണ്ടതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു. അപ്പോൾ അതെന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ആരായിരുന്നാലും കഫ് സിറപ്പ് ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ഏത് ഓർഗൻസിനെയാണോ അത് എഫക്ട് ചെയ്യുന്നത്. ഇപ്പം പലതരത്തിലുള്ള കഫ് സിറപ്പുകളാണല്ലോ. അപ്പം ഓരോ കഫ് സിറപ്പുകളും യൂഷ്വലി ചിലത് നമ്മുടെ ഇപ്പം ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ഒക്കെ അടങ്ങിയ കഫ് സിറപ്പ് എന്ന് പറഞ്ഞാൽ സാൽബ്യൂട്ടമോൾ, ഇതൊക്കെ വളരെ കോമൺ ആണ്. ലിവോ സാൽബ്യൂട്ടമോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ വിറയ്ക്കുന്നത് പോലെ തോന്നിയും നെഞ്ചിടിപ്പ് കൂടുന്നത് പോലെ തോന്നിയും കുഞ്ഞുങ്ങൾ ഇത് ചിലപ്പോൾ പറയണമെന്നില്ല, വലിയ ആൾക്കാരൊക്കെ ഇത് കൂടുതലും പറയാറുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ സൈഡ് എഫക്റ്റുകളാണ്. എന്നാൽ ഇതുപോലത്തെ വേറെ പല മരുന്നുകളും അമിതമായ ഡോസിൽ
പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർക്ക് ചുമ കുറയുന്നില്ല, കുറച്ചും കൂടി എടുത്ത് കുടിച്ച് കളയാമെന്നൊക്കെ കരുതി അമിതമായ ഡോസിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആണെങ്കിലും വൃക്കയും കരളും ഒക്കെ അവരുടേതും എഫക്റ്റഡ് ആവും. അവർ കുറച്ചുകൂടെ മെച്യൂർ ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, കുഞ്ഞുങ്ങളെ പോലെയല്ല. എന്നാലും ഉറപ്പായിട്ടും അവർക്കും അതൊക്കെ എഫക്റ്റഡ് ആവുക തന്നെ ചെയ്യും. അതും അവരെ എഫക്റ്റ് ചെയ്ത് ഇപ്പോൾ വേറെ എന്തെങ്കിലും അവർക്ക് പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഷുഗർ, BP അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാരണം അവരുടെ ഓർഗൻസിൽ ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ സംഭവിച്ചിരിക്കുന്നവരായിരിക്കും. അപ്പം ഇതിൻ്റെ പുറത്തൂടെ ഈ മരുന്ന് കാരണമുള്ള പ്രശ്നങ്ങളും പാർശ്വഫലങ്ങളും ഒക്കെ വന്നിട്ട് കൂടുതൽ കോംപ്ലിക്കേഷൻ ആവുകയാണ് ചെയ്യുക. ഓക്കെ, എന്തായാലും ഡോക്ടർ, ഈ ഒരു വലിയ ആശങ്കയുടെ സമയം നമ്മളത് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. നന്ദി.